ചില ഓർമ്മകൾ നമ്മളെ കരയിപ്പിക്കാനല്ല വരുന്നത്, നമ്മളെ മനുഷ്യരാക്കാനാണ്. ഇന്നത്തെ ഈ കഥ ഒരു കുറ്റകൃത്യത്തിന്റെ കഥയല്ല, ഇതൊരു മനുഷ്യന്റെ ഉള്ളിലെ പൊള്ളലിന്റെ കഥയാണ്. ഒരു തെറ്റായ തീരുമാനത്തിന്റെ വില എന്താകാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കണ്ണീരോർമ്മ. നിതിൻ സാധാരണ ഒരു യുവാവ്. വീട്ടിൽ അമ്മയും അച്ഛനും, ചെറിയ സ്വപ്നങ്ങൾ, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ജീവിതം സമാധാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മാത്രം ആഗ്രഹിച്ച ഒരാൾ. നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടി. പക്ഷെ ജീവിതം ഒരാളെയും മുൻകൂട്ടി അറിയിക്കാറില്ല. ഒരു നിമിഷം മതി എല്ലാം മാറിപ്പോകാൻ. അന്ന് ഒരു സാധാരണ ദിവസമായിരുന്നു. വീട്ടിൽ ചെറിയൊരു തർക്കം. ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ഒരു വാക്ക് വഴക്ക്. പക്ഷേ ചില വാക്കുകൾ കത്തി പോലെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. കോപം വന്നാൽ നമ്മൾ നമ്മളല്ല. ആ കോപത്തിന്റെ ഒരു നിമിഷത്തിൽ എടുത്ത തീരുമാനം നിതിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ഒരു തള്ള്, അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവൃത്തി ആ നിമിഷത്തിൽ അത്ര വലിയതാണെന്ന് തോന്നിയില്ല. പക്ഷെ അതിന്റെ ഫലം തിരുത്താനാകാത്തതായിരുന്നു. മുന്നിൽ വീണു കിടന്നത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. രക്തം കണ്ടപ്പോൾ ബോധം തിരികെ വന്നു. പക്ഷേ സമയം കൈവിട്ടിരുന്നു. ഒരു നിമിഷം മുതൽ നിതിൻ ഒരു പ്രതിയായി മാറി. സമൂഹത്തിന്റെ കണ്ണിൽ കുറ്റവാളി. പക്ഷെ ഉള്ളിൽ അവനെന്നും അതേ മനുഷ്യൻ തന്നെ. പിഴച്ച ഒരാൾ എന്ന് മനസാക്ഷി ദിവസവും ചോദ്യം ചെയ്യുന്ന ഒരാൾ. കോടതി വിധി പറഞ്ഞു, ശിക്ഷ നിശ്ചയിച്ചു. പക്ഷെ കോടതി വിധിക്കുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷ മനസാക്ഷിയാണ് നൽകുന്നത്. ജയിൽ മതിലുകൾക്കുള്ളിൽ കഴിയുന്നത് എളുപ്പമാണ്, പക്ഷെ ഓർമ്മകളുടെ മതിലുകൾക്കുള്ളിൽ കഴിയുന്നത് അത്ര എളുപ്പമല്ല. ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ നിമിഷം വീണ്ടും വീണ്ടും മനസ്സിൽ പുനരാവർത്തിക്കും. അന്ന് ഞാനൊന്ന് മിണ്ടാതിരുന്നെങ്കിൽ, അന്ന് ഞാനൊന്ന് പിന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നൊരു ചോദ്യവുമായി. നിതിന്റെ അമ്മ കോടതി മുറിയിൽ മകനെ നോക്കി നിൽക്കുന്ന ഒരു അമ്മയുടെ കണ്ണുകൾ. അവിടെ വെറുപ്പില്ല, കോപമില്ല, വേദന മാത്രം. എന്റെ മകൻ തെറ്റ് ചെയ്തു, പക്ഷെ അവൻ പൂർണ്ണമായും മോശക്കാരനല്ല എന്നൊരു നിശബ്ദ വിളി. സമൂഹം കുറ്റവാളിയായി മാത്രം കാണും, ഒരമ്മ അവളുടെ കുഞ്ഞായി മാത്രം കാണും. ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? കോപം ഒരു നിമിഷം മാത്രം, പക്ഷെ അതിന്റെ ഫലം ഒരു ആയുസ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മതി ഒരാളുടെ ജീവിതം തകർക്കാൻ. ജയിൽവാസത്തിൽ നിതിൻ മാറി. അവൻ തന്റെ തെറ്റ് അംഗീകരിച്ചു. ഓരോ ദിവസവും പാപഭാരം ചുമന്ന് ജീവിച്ചു. പുസ്തകങ്ങൾ വായിച്ചു, പ്രാർത്ഥിച്ചു, തന്റെ ഉള്ളിലെ മനുഷ്യനെ തിരികെ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ ഒരു ചോദ്യം അവനെ വിടുന്നില്ലായിരുന്നു. എനിക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുമോ? സമൂഹം രണ്ടാമത്തെ അവസരം നൽകാൻ തയ്യാറാണോ? തെറ്റ് ചെയ്ത ഒരാൾക്ക് തിരുത്താനുള്ള അവകാശം ഇല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശിക്ഷ അനുഭവിച്ചതിന് ശേഷം പോലും അവനെ കുറ്റവാളി എന്ന മുദ്ര പതിപ്പിച്ച് മാറ്റി നിർത്തുന്നത് നീതിയാണോ? നിതിന്റെ കഥ നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യം മാത്രം: കോപത്തെ നിയന്ത്രിക്കണം. ഒരു നിമിഷം മിണ്ടാതിരിക്കുക, ഒരു പടി പിന്നോട്ട് പോകുക. കാരണം ജീവിതം റിവൈൻഡ് ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ, പഴയ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ ഓർമ്മകൾ കുത്തിയിറങ്ങി. ചിരിച്ചിരുന്ന നിമിഷങ്ങൾ, സന്തോഷത്തോടെ കഴിച്ച ഭക്ഷണം എല്ലാം കണ്ണീരായി മാറി. തെറ്റ് തിരുത്താനാവില്ല, പക്ഷെ ജീവിതം മുന്നോട്ടു പോകണം. ഇന്ന് നിതിൻ ജീവിക്കുന്നത് ഒരു ശിക്ഷയോടെ അല്ല, ഒരു ഉത്തരവാദിത്തോടെ. തന്റെ കഥ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പാകണമെന്ന ആഗ്രഹത്തോടെയാണ്. എന്നെ പോലെ ഒരാൾ കൂടി ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥനയോടെ. ഈ കഥ കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും കോപം വന്നാൽ ഈ കഥ ഒരു നിമിഷം ഓർക്കണം, ഒരു നിമിഷം ചിന്തിക്കണം. കാരണം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരാളുടെ ജീവൻ മാത്രമല്ല, നമ്മുടെ സ്വന്തം ജീവിതം കൂടിയാണ്. ചില കണ്ണീർ ശിക്ഷയാണ്, ചില കണ്ണീർ പാഠമാണ്. നിതിന്റെ കണ്ണീരോർമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനായിരിക്കാൻ പഠിക്കണം എന്നതാണ്. ക്ഷമിക്കാനും നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും പഠിക്കണം. ജീവിതം നമുക്ക് ഒരവസരം മാത്രമേ തരൂ. അതിനെ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ്. ഒരു നിമിഷം കോപം കൊണ്ടും ഒരു ആയുസ് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ കഥ ഒരു കുറ്റവാളിയുടെ കഥയല്ല, ഒരു തെറ്റിന്റെ കഥയാണ്, ഒരു പാഠത്തിന്റെ കഥയാണ്, മനുഷ്യന്റെ ഉള്ളിലെ പോരാട്ടത്തിന്റെ കഥയാണ്. ഓർമ്മിക്കുക, നിമിഷങ്ങൾ ചെറുതാണ്, പക്ഷേ അവയുടെ ഫലം വളരെ വലുതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. നന്ദി, നമസ്കാരം.